തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിൽ സർപ്പ ടീമിന്റെ പരിശോധന തുടരുകയാണ്. ബാത്റൂമിന്റെ തറ പൊളിച്ചാണ് പരിശോധന നടത്തുന്നത്. ഇതുവരെ 5 പാമ്പുകളെയാണ് വീട്ടിൽ നിന്നും ലഭിച്ചത്. കൂടുതൽ പാമ്പുകൾ ഉണ്ടായേക്കാമെന്നാണ് സംശയം. ഇന്നലെ വീട്ടിൽ നിന്ന് 2 പാമ്പുകളെ പിടികൂടിയിരുന്നു. നടരാജ പരശുറാമുണ്ട്. നടരാജ, സർപ്പ ടീമിന്റെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? ഇവിടെ പാമ്പുകൾക്കായുള്ള പരിശോധന തുടരുകയാണ്. ഇന്നലെ പിടിച്ച പാമ്പുകളെയാണ് ഇപ്പോൾ സർപ്പ ടീം അംഗങ്ങൾ കാണിച്ചു തരുന്നത്. ആ പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിൽ ഇന്നലെ പിടിച്ച 2 പാമ്പുകളെ ഇട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നും ഈ ഭാഗത്ത് പരിശോധന നടക്കുകയാണ്. സർപ്പ ടീം അംഗങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊപ്പം പ്രദേശവാസിയായ സുബീഷ് ഉണ്ട്. സുബീഷ്, ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാം. ഇന്നലെ വൈകിട്ട് 7:30 ആയപ്പോൾ ഒരു പാമ്പും കുട്ടീനെ കിട്ടി. ഒരു പാമ്പ് കുഞ്ഞിനെ അതേ സ്ഥലത്ത് തന്നെ കിട്ടി. അത് ബാത്റൂമിന്റെ ഉള്ളിലത്തെ ഹോളുണ്ടല്ലോ, ആ ഹോളിന്റെ അവിടെ തന്നെ കിട്ടിയായിരുന്നു പാമ്പിനെ. അപ്പൊ നമ്മുടെ എല്ലാവരും, അതായത് ഇവരെല്ലാവരും ഒരു ധാരണ, ആ ഹോളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാവുന്നതാണ് ധാരണ എല്ലാവരും. തൃശൂർ കോടാലിയിലെ വീട്ടിലാണ് ഇപ്പോൾ സർപ്പ ടീമിന്റെ പരിശോധന വരുന്നത്. ഇവിടെ വന്നിട്ടേ തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച വീട്ടിലിപ്പോൾ സർപ്പ ടീം പരിശോധന നടത്തുകയാണ്. തുടർച്ചയായി ആ വീട്ടിൽ പാമ്പുകളെ കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദഗ്ധ പരിശോധന അവിടെ നടന്നു വരുന്നത്. എവിടെയെങ്കിലും പാമ്പ് മുട്ടയിട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെ കണ്ടെത്താൻ വേണ്ടിയാണ് പരിശോധന. ബാത്റൂമിന്റെ തറ പൊളിച്ചുൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ട്. നടരാജുണ്ട്. നടരാജ്, തുടരാം. സർപ്പ ടീമിന്റെ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ബാത്റൂമിന്റെ തറ പൊളിച്ചുൾപ്പെടെ പരിശോധന നടത്തുകയാണ്. പൈപ്പ് മാറ്റിയും പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും പാമ്പുകൾ കൂട്ടിയിട്ടുണ്ടോ, മുട്ടയിട്ട് കൂട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് പരിശോധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ 2 പാമ്പുകളെയാണ് ആ വീടിനകത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പാമ്പിൻ കുട്ടികളെയും കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ എവിടെയോ പാമ്പിൻ മുട്ടകളുണ്ട് എന്ന നിഗമനത്തിലാണ് സർപ്പ ടീം ഉള്ളത്. അത് കണ്ടെത്തുകയാണ് ലക്ഷ്യം. നടരാജുണ്ട്. നടരാജ്, കേൾക്കാമോ? എങ്ങനെ പരിശോധന നടക്കുന്നു? ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ തറ പൊളിച്ചുകൊണ്ട് ഇവർ പരിശോധന നടത്തുന്നതാണ് കാണുന്നത്. ഇത് എത്രത്തോളം ഫലം കാണും എന്ന കാര്യത്തിൽ ഇവർക്കും ഉറപ്പില്ല. കാരണം ഏതു ഭാഗത്ത് നിന്നാണ് ഈ പാമ്പ് വീടിനകത്തേക്ക് വരുന്നത് എന്ന കാര്യം ഒരു തരത്തിലും വ്യക്തത കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഊഹിക്കുന്നത് ഈ തറയുടെ അടിയിൽ ആയിരിക്കാം ഇത്തരത്തിൽ ഈ പാമ്പുകൾ മുട്ടയിട്ട് കിടക്കുന്നതെന്നാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ വെള്ളം പോകുന്ന ഭാഗങ്ങൾ അവിടെ എവിടെയും ഉണ്ടാകാമെന്നാണ് വനം വകുപ്പ് അനുമാനിക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധന ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം 5 പാമ്പുകളാണ് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയത്. ദൃശ്യങ്ങളിൽ കാണാം, ഇതൊരു വന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാമ്പുകൾ വരുന്നതിൽ നമുക്ക് വലിയ അത്ഭുതം പറയാൻ കഴിയില്ല. പക്ഷെ ഒരു വീട്ടിൽ ഇങ്ങനെ നിരന്തരം പാമ്പുകൾ വരുന്നത് എന്തുകൊണ്ടാകും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക പ്രദേശവാസികൾക്കുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്നവർ ഇപ്പോൾ ഇവിടെ താമസമില്ല, സ്ഥലം മാറിയിട്ടാണ് അവർ താമസിക്കുന്നത്. അടുത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് അവർ പോയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടായിരിക്കും ഇത് വരുന്നതെന്ന് കണ്ടെത്താനാണ് പരിശോധന നടക്കുന്നത്. എന്തായാലും സർപ്പ ടീമിന്റെ നേതൃത്വത്തിലും വനം വകുപ്പിന്റെ നേതൃത്വത്തിലും പരിശോധന നടത്തുന്നത് തുടരുകയാണ്. ഇന്നത്തെ ഇപ്പോൾ പരിശോധനയിൽ പാമ്പിനെ ഒന്നിനെയും കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇതിന്റെ ചോദ്യം കേട്ടില്ല. അല്ല, അതായത് രാവിലെ എത്തിയതാണല്ലോ സർപ്പ ടീം. ഇതുവരെ പരിശോധന നടത്തി, തറ പൊളിക്കുന്നു, പൈപ്പ് മാറ്റുന്നു. പാമ്പിനെ ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ ഇതുവരെ. ഇന്ന് രാവിലെ പാമ്പിനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്നലെ രാത്രി ഒരു 7:45 പാമ്പിനെ കണ്ടെത്തി. പിന്നീട് രാത്രി 11:30 വീണ്ടും ഒരു പാമ്പിനെ കണ്ടെത്തി. ഇന്ന് രാവിലെ മുതൽ പരിശോധന കാര്യമായി നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ പാമ്പിനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ശരി, ഇതിപ്പോൾ തറ പൊളിച്ചുൾപ്പെടെ പരിശോധന നടത്തുന്നു പറയുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് നടരാജ്? ഇല്ല, എന്തെല്ലാം സാധ്യതകളുണ്ടോ അതെല്ലാം പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ അനുമാനം പാമ്പ് ഈ തറക്കടിയിലൂടെ ആകാൻ വരുന്നത് എന്നുള്ളതാണ്. ഇതിന് ട്യൂബും ഉള്ളതുകൊണ്ട്, പൈപ്പും ഉള്ളതുകൊണ്ട് പൈപ്പിനകത്തോ മറ്റോ ഇതിന്റെ സാന്നിധ്യമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്നാലും മറ്റ് വഴികൾ ഇല്ലെന്ന് ഇവർ ഉറപ്പിക്കുന്നു. കാരണം മറ്റു ഭാഗങ്ങളിൽ പരിശോധന നടത്തിയതാണ്. അതുകൊണ്ടാണ് മറ്റു ഭാഗങ്ങൾ ഉണ്ടാവില്ലെന്ന ഊഹത്തിൽ
ഇവിടെ പരിശോധന നടത്തുന്നത്. ശരി, എന്തായാലും പരിസര പ്രദേശത്തൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ തീയിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിപ്പോൾ വീടിനകത്ത് തന്നെയാണ് പാമ്പുകളെ കണ്ടെത്തുന്നത്. അതും ഈ നനവുള്ള ഭാഗത്ത്, ബാത്റൂമിന്റെ പരിസരത്തൊക്കെ തന്നെയാണോ പാമ്പ് എത്തുന്നത്, നടരാജ്? അതെ, വീടിനകത്ത് നിന്ന് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. ഒരു വീട്ടിൽ തുടർച്ചയായി ഇങ്ങനെ പാമ്പ് വരുന്ന, ഒരു പാമ്പ് വന്നാൽ തന്നെ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ഭീതി നമുക്ക് ഊഹിക്കാവുന്നതാണ്. എത്ര വലിയ അസ്വസ്ഥത നമുക്ക് ഉണ്ടാകുമെന്നുള്ളത്. ഇത് തുടർച്ചയായി ഒരു വീട്ടിൽ 4-5 പാമ്പുകളെ കാണുക എന്നുള്ളത് ഒരു വീട്ടുകാരെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതും വീട്ടിലൊരു 8 വയസ്സുകാരന്റെ മരണം സംഭവിച്ചതിന്റെ ഞെട്ടലിൽ നാട്ടുകാരാകെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടിലെ മറ്റൊരംഗം 10 വയസ്സുകാരനായ അൻഷോ ഇപ്പോഴും ചികിത്സയിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പാമ്പ് തുരുതുര എന്ന് വീടിനകത്തുനിന്ന് കാണുന്നത്. എവിടെ നിന്ന് വരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും കിട്ടുന്നില്ല. ഇതിനു മുമ്പ് അങ്ങനെ നാട്ടിൽ പുറത്തൊക്കെ പാമ്പുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ വീടിനകത്ത് ഇങ്ങനെ തുരുതുര എന്ന് പാമ്പിനെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നടരാജ, ഈ 2 കുഞ്ഞുങ്ങൾക്ക് കടിയേറ്റതിന് പിന്നാലെയാണ് തുടർച്ചയായി പാമ്പുകളെ കണ്ടെത്തുന്നത്. അതിന് മുൻപ് ഒരിക്കൽ പോലും ഈ വീടിനകത്ത് പാമ്പിനെ കണ്ടതായി വീട്ടുകാർ പറയുന്നില്ലേ? കഴിഞ്ഞ ദിവസം വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് വലിയ രീതിയിൽ അങ്ങനെ വീടിനകത്ത് പാമ്പ് കയറി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വീടിനകത്ത് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ വീടിന് പുറത്ത് ഇതൊരു കാടൊക്കെ പിടിച്ച പ്രദേശമായതുകൊണ്ട് വലിയ രീതിയിൽ പാമ്പുകൾ കണ്ടിട്ടുണ്ട്. മൂർഖൻ ഉൾപ്പെടെയുള്ള പാമ്പുകൾ പുറത്തൊക്കെ കാണാറുണ്ട്. പക്ഷെ അകത്ത് ഇത്തരത്തിൽ അപായപ്പെടുത്തുന്ന വിധത്തിൽ പാമ്പിന്റെ സാന്നിധ്യം ഇതാദ്യമായിട്ടാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. ശരി, ഇതിപ്പോൾ ഈ സർപ്പ ടീം, ഈ വിദഗ്ധരുടെ ഒരു പ്ലാൻ എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള പരിശോധന നടത്താനാണ് അവർ ഒരുങ്ങുന്നത്? കഴിഞ്ഞ ദിവസം രാത്രി ഇവരിവിടെ പരിശോധന നടത്തി മടങ്ങിയതാണ്. അപ്പോൾ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ വീടിനോട് ചേർന്നുള്ള ഭാഗത്തെ കുഴികൾ, മറ്റു സുഷിരങ്ങളൊക്കെ തന്നെ പരിശോധന നടത്തി. തലേദിവസം ഇവിടെ സംശയിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ തീയിട്ടു. അപ്പോഴൊന്നും വലിയ രീതിയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്നലെ രാത്രി 2 പാമ്പ് എത്തിയതോടുകൂടി ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന കാര്യത്തിൽ വീണ്ടും ആശയക്കുഴപ്പമായി. ഇപ്പോൾ തറ പൊളിച്ച് ഇവർ സംശയിക്കുന്ന ഈ ഭാഗത്ത് വിശദമായ പരിശോധന നടത്തി ബാത്റൂമിനടിയിൽ പരിശോധിക്കാൻ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ശരി, ആ വീട്ടിൽ മാത്രം, ആ വീടിനകത്ത് മാത്രം എങ്ങനെ ഇത്രയധികം പാമ്പുകൾ എത്തുന്നു എന്നത് കണ്ടെത്തുകയാണ് ലക്ഷ്യം. സർപ്പ ടീം കോടാലിയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് നടരാജ് പരശുറാം നൽകിയത്.